പഴയങ്ങാടി റിവർവ്യൂ പാർക്കിനോട് ചേർന്ന് നിർമ്മിച്ച ശുചിമുറി നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകിയിട്ടില്ല. പദ്ധതിക്ക് വേണ്ടി ചിലവഴിച്ച തുകയും പാഴായി. പ്രതിഷേധം വ്യാപകം. മലനാട് റിവർ ക്രോസ് പദ്ധതിയുടെ ഭാഗമായി പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോരത്ത് 90 ലക്ഷം രൂപ ചിലവിലാണ് റിവർവ്യൂ പാർക്ക് ഒരുക്കിയത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് 2.5 വർഷം മുൻപ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. പദ്ധതിയോടനുബന്ധിച്ച് ഇവിടെ നിർമ്മിച്ച ശുചിമുറി ഇതുവരെ തുറന്നു നൽകാത്തത് ഇവിടെ എത്തുന്നവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ശുചിമുറിയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനവും കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത് തുറന്നുകൊടുക്കാൻ അധികൃതർ വൈമനസ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെയും ആർക്കും പിടികിട്ടിയിട്ടില്ല. നിർമ്മാണ സമയത്ത് അന്നത്തെ സെക്രട്ടറിയുമായി തർക്കം നിലനിന്നിരുന്നു. CRZ-മായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. വിലക്ക് മുഖവിലക്കെടുക്കാതെ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ശുചിമുറി നോക്കുകുത്തിയായി മാറുകയായിരുന്നു. പട്ടണത്തിലെ വ്യാപാരികൾക്കും പഴയങ്ങാടി മാർക്കറ്റിലെത്തുന്നവർക്കും റിവർവ്യൂ പാർക്കിലെത്തുന്ന പൊതുജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ശുചിമുറി കെട്ടിടം ആർക്കും ഉപകാരപ്പെടാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിന്റെ അവസ്ഥ എന്ന് ആർക്കും അറിയില്ല. ഇതൊരു നാഥനില്ലാ കളരി പോലെ അതിങ്ങനെ കിടക്കുകയാണ്. ആൾക്കാരൊക്കെ ഇതിന് പിറകുവശത്ത് പോയി കാര്യങ്ങൾ സാധിച്ച് തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇത്തരത്തിൽ ഈ രീതിയിൽ പൂട്ടിയിട്ടത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശുചിത്വം എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും ഇതെല്ലാം ശുചിത്വം ഇല്ലാത്ത രീതിയിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരം രീതിയിലുള്ള നല്ലൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിന് അനുമതി കിട്ടാത്ത രീതിയിൽ ഇതിങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന വർഷങ്ങളായി. അപ്പം അതിനൊരു അധികാരികൾ ഇത് കണ്ണു തുറന്നില്ലെങ്കിൽ ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോകും. ജനങ്ങൾ ഇത് കാര്യം സാധിക്കുന്ന പിറകുവശത്ത് കാര്യം സാധിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അധികാരികൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിന് തക്കതായ പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഇപ്പോൾ ഇതിനു സമീപത്ത് പരസ്യമായി കാര്യം സാധിച്ച് തിരിച്ചുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ശുചിമുറി തുറന്നുകൊടുക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.